ബത്ലഹേം കുടുംബ യൂണിറ്റ് സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. ആക്ച്വലി സ്റ്റാർ സിനിമാസിൽ. റൈറ്റർ ഗിരീഷ് ഏടി, കിരൺ ജോസെ ആൻഡ് ഡയറക്ടർ ഗിരീഷ് ഏടി. സൂപ്പർ മൂവി. അതായത് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ബോയ് നെക്സ്റ്റ് ഡോർ, ഗേൾ നെക്സ്റ്റ് ഡോർ ഫിലിം. പക്ഷേ ബ്യൂട്ടിഫുള്ളി റിട്ടൺ, ബ്യൂട്ടിഫുൾ സ്ക്രീൻ പ്ലേ, ഓക്കെ, സൂപ്പർ ഡയലോഗ് റൈറ്റിംഗ് ആണ്. ആൻഡ് ഡയറക്ഷൻ, നെക്സ്റ്റ് ലെവൽ ഡയറക്ഷൻ. ബ്യൂട്ടിഫുൾ സിറ്റുവേഷണൽ കോമഡീസ്. ആ കോമഡീസിനെ എന്താ പറയുക, ഫിലിമോട് ഇഴുകി ചേർന്ന് വരുന്ന സിറ്റുവേഷണൽ കോമഡീസ്, അത് ആ ഡയലോഗ് റൈറ്റിങ്ങിൽ ആ കോമഡീസിനെ അങ്ങനെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ സീൻ ബൈ സീൻ നമ്മൾ അറിയുന്നില്ല ആ മൂവി മുന്നോട്ട് പോകാൻ, നമ്മൾ അറിയുന്ന കൂടിയില്ല. അത്രയും നമ്മൾ ആ മൂവിയിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ടാണ് മൂവി കാണുന്നത്. സൂപ്പർ മൂവി. അതുപോലെ തന്നെ ഓരോ ആക്ടേഴ്സിൻ്റെയും പെർഫോമൻസസ് നെക്സ്റ്റ് ലെവൽ. ഒരുപാട് സോങ്സ് ഉണ്ട്, പക്ഷേ സോങ്സ് വരുന്ന നമ്മൾ അറിയുന്നില്ല. ആരും സോങ്സൊക്കെ അത്രയും ഫിലിമിനോട് ഇഴുകി ചേർന്നിട്ടുള്ള രീതിയിലാണ് സോങ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സോങ്സ് നമുക്ക് സോങ്സായിട്ട് കാണേണ്ട ഒരു ആവശ്യം വരുന്നത് സിറ്റുവേഷണലി വരുന്ന സോങ്സാണ്. ഇപ്പം എടുത്തു പറയേണ്ടത് ആക്ച്വലി എല്ലാ ആക്ടേഴ്സും നന്നായി ചെയ്തിട്ടുണ്ട്. കാര്യം എസ്പെഷ്യലി തിരക്കഥയും ഡയലോഗ്സും സ്ക്രീൻ പ്ലേയും സ്ട്രോങ് ആണ്. അപ്പോൾ ആക്ടേഴ്സ് ഒബ്വിയസ്ലി അവരുടെ പെർഫോമൻസ് ഭയങ്കര ഡോമിനേറ്റിംഗ് സ്ട്രോങ് ആയിരിക്കും. പക്ഷേ നിവിൻ പോളിയുടെ ടെറിട്ടറി ആണിത്. കാര്യം നിവിൻ പോളിക്ക് ഇതുപോലത്തെ ഫിലിംസ് നിവിൻ പോളിക്ക് അത് വേറെ അത് ടച്ച് ചെയ്യാൻ പോലും പറ്റും. കാര്യം നിവിൻ പോളി മൈക്രോ എക്സ്പ്രഷൻ്റെ ആളാണ്. ഫേസിൽ ചെയ്യേണ്ട മൈന്യൂട്ട് എക്സ്പ്രഷൻ ആണെങ്കിലും ചെറിയ രീതിയിൽ ടീസിങ് ആക്ടിങ് നമ്മൾ പ്രേമത്തിലൊക്കെ ഒരുപാട് കണ്ടതാണ്. അങ്ങനത്തെ ബ്യൂട്ടിഫുൾ ആക്ടിങ് നിവിൻ പോളിയുടെ. അതേപോലെ മമിത ബൈജു ഒസം. കാര്യം ഇത്രയും ഇംപ്രൂവ്ഡ് ആക്ട്രസ്സായി മമിത ബൈജു എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരു സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത്രയും സൂപ്പറായിട്ട് അവരത്രയും അഭിനയത്തിന് അത്രയും അവർ അപ്ഗ്രേഡ് ചെയ്തു. പിന്നെ ഈ കഥാപാത്രത്തിനെ ഗിരീഷ് ഏടി അവതരിപ്പിച്ച ഒരു രീതിയും കൂടി ഉണ്ട്. കാര്യം നമുക്കറിയാം ഇതുപോലത്തെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ നമ്മൾ വീട്ടിനടുത്തൊക്കെ കണ്ടിട്ടുണ്ട്. തൊട്ടടുത്ത് നമ്മൾ കണ്ട് പരിചയിച്ച കഥാപാത്രം പോലെയാണ് ആ കഥാപാത്രത്തിനെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിലത്തെ ഡയലോഗ് ഡെലിവറി, അവരുടെ അച്ഛനും അമ്മയാണെങ്കിലും അവരുടെ ക്യാരക്ടർ ആണെങ്കിലും അവരുടെ കുടുംബത്തിൻ്റെ സ്വഭാവമാണെങ്കിലും എല്ലാം നമ്മൾ കണ്ട് പരിചയിച്ച കഥാപാത്രങ്ങളുടെ അതേ സ്വഭാവമാണ്. എന്തായാലും ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണയാണെങ്കിലും സംഗീത് പ്രതാപ് ആണെങ്കിലും മറ്റ് ചെറിയ ചെറിയ റോൾ അഭിനയിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം ആണെങ്കിൽ കൂടെ ആ പടത്തിന് അത്രയും നന്നായിട്ട് അവരത് ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രങ്ങൾ. മാത്രമല്ല ക്ലൈമാക്സ് വരെ നമുക്ക് ചിരിക്കാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. ആ ചിരി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് ചിരിയാണ്. അതിന് തിയേറ്ററിൽ എല്ലാവരും ചിരിക്കും. കാര്യം അത്രയും ഓർഗാനിക്കലി സ്പോണ്ടേനിയസ് ആയിട്ട് ആ ഡയലോഗ് റൈറ്റിങ്ങിൽ എലിവേറ്റ് ചെയ്തിട്ടുള്ള കോമഡികളാണ്. കുടുംബ യൂണിറ്റ് തന്നെ കൊണ്ടുപോയി പോകണം. കാരണം ഖലീഫയും മറ്റു രീതിയിലുള്ള ജോണർ പടങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത് എന്തായാലും പിടിച്ചിരിക്കാൻ പറ്റില്ല. കാര്യം പ്രത്യേകിച്ച് നിവിൻ പോളിയുടെ ഒരു ടെറിട്ടറി ഏരിയ ആണ്. സർവ്വമായലൊക്കെ നമ്മൾ കണ്ടതാണ്. സർവ്വമായൽ എന്താ കണ്ടത്, അതിൻ്റെ 2x ആണ് ഈ സിനിമ ആക്ച്വലി. പെർഫോമൻസ് സ്പേസും അതുപോലെ മൈന്യൂട്ട് എക്സ്പ്രഷൻ സ്പേസും എല്ലാം. അപ്പം എന്തായാലും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്.